ഹലോ, ഇന്ന് രാവിലെ തന്നെ 4:30 എണീറ്റ് വാതിലൊക്കെ തുറന്ന് കുളിച്ചിട്ട് പുറത്ത് വരുള്ളൂ കേട്ടോ. ഞാൻ പിന്നെ പുറത്ത് വന്ന് നോക്കി. ഇന്നലെ കോലമൊക്കെ ഒന്ന് അടിച്ച് വരികയാണേ. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ. പിന്നെ വെള്ളമൊക്കെ തെളിച്ചത് അടുത്ത കോലിടാണ്. എനിക്ക് വലുതായിട്ട് കോലിടാനൊന്നും അറിയില്ല, എന്നാലും കുറച്ചൊക്കെ അറിയുള്ളൂ. പിന്നെ വിളക്ക് വയ്ക്കാൻ പൂവൊക്കെ പറിക്കുകയാണ്. ഞാൻ വെള്ളിയാഴ്ച എപ്പോഴും 5 തിരിയിട്ട് കേട്ടോ വയ്ക്കുക. അതാണ്. ബാക്കിയുള്ള ദിവസങ്ങൾ 2 തിരി, പിന്നെ മേളിൽ 2 വിളക്ക് വയ്ക്കും കേട്ടോ. അടുക്കളയിൽ വന്ന് ജനലൊക്കെ ഒന്ന് തുറക്കുകയാണ്. പിന്നെ ചോറിനുള്ള വെള്ളം വെച്ചു. പിന്നെ ചായ കുടിച്ചാലേ പണികൾ ഓടുള്ളൂ. ചായയൊക്കെ വെച്ചു. ഒരു 5 മിനിറ്റ് റിലാക്സ് ആയിട്ടിരുന്ന് ചായ കുടിക്കും കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള പണികളിലോട്ട് കിടക്കുള്ളൂ. അതിനിടയിൽ പൂച്ചക്കുട്ടികൾ വന്നിട്ടുണ്ട്. പാല് കൊടുക്കുന്നവർ കാലടിയിൽ വരും. പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ മുറിക്കണമെന്ന് സാമ്പാറാണ് വയ്ക്കണം. അപ്പമാണ് സാമ്പാറിനുള്ള തേങ്ങ ചിരവി എടുക്കണം. കായമാണ് കേട്ടോ ഇട്ടത് സാമ്പാർ വയ്ക്കാൻ. കായം, ഉലുവ, കറിവേപ്പില. പിന്നെ അത് കഴിഞ്ഞ് മുളക് ചമ്മന്തിക്കുള്ള ചമ്മന്തി അരയ്ക്കണേ. ഞാൻ ഇന്നേക്ക് മുളക് ചുട്ടിട്ട് ചമ്മന്തി അരയ്ക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ആപ്പത്തിനുള്ളതാണേ. അപ്പോഴത്തേക്കും സാമ്പാറൊക്കെ തിളച്ച് വന്നു. തേങ്ങ അരപ്പ് ചേർത്തു. തിളച്ചു. പിന്നെ അപ്പോൾ കറിവേപ്പില ഇല്ല പറഞ്ഞാൽ കറിവേപ്പില ഒന്ന് വലിക്കാൻ പോവാണ്. സാമ്പാറിനുള്ള കടുക് പൊട്ടിക്കുകയാണ്. ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില ഇട്ടിട്ട് കടുക് പൊട്ടിച്ചെടുക്കും. നല്ല ടേസ്റ്റ് കേട്ടോ. സാമ്പാർ റെഡിയായി വന്നിട്ടുണ്ട്. ഇന്നലത്തെ ആപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചുട്ടെടുക്കാം. ഇന്നലത്തെ ചിക്കൻ കറി കുറച്ചുണ്ടായിരുന്നു. മക്കൾ കഴിച്ചിട്ട് പോയി. അവർക്ക് 8:10 സ്കൂളെത്തണം. ഒക്കെ ടാറ്റാ പറഞ്ഞ് പോവാണ്. പിന്നെ എനിക്ക് കഴിക്കാനുള്ളതാട്ടോ. മക്കളൊക്കെ പോയി റിലാക്സ് ആയിരുന്നു കഴിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ.